ഇപ്പോൾ ഉഷ്ണകാലമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം കൂടുതൽ ചൂടുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം പറയുന്നത്. ഇക്കാലത്ത് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സംരക്ഷണത്തിനും വേണ്ടി ചില കാര്യങ്ങൾ സൂചനകൾ നൽകാനാണ് ഞാൻ ഈ സംസാരം നടത്തുന്നത്. മനുഷ്യർ പൊതുവെ ഉഷ്ണരക്തജീവികളാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പുറത്ത് ഏത് ടെമ്പറേച്ചറായാലും താപനില എത്രയായാലും മനുഷ്യൻ്റെ താപനില നമുക്ക് സ്ഥിരമായിട്ട് നിലനിർത്തണം. പുറത്ത് തണുപ്പായാലും ചൂടായാലും മനുഷ്യൻ്റെ താപനില ഒരു 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്ഥിരമായിട്ട് നിർത്തണം. അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് സ്ഥിരമായിട്ട് നിർത്തേണ്ടത്. അപ്പോൾ പുറത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഉഷ്ണകാലത്ത് പുറത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തെ താപനില നിർത്താൻ വേണ്ടി ശരീരത്തിൽ ചില മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ പുറത്ത് അതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ പുറത്തെ തൊലിയിലാകെ ചില സ്വീകരണങ്ങളുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് പുറത്തെ താപനില സ്വീകരിച്ചെടുത്തിട്ട് നമ്മൾ തലച്ചോറിൽ നമ്മുടെ താപനില കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററിലേക്ക് എത്തിക്കും. പുറത്തുള്ള സ്വീകരണങ്ങൾ അത് സ്വീകരിച്ചിട്ട് തലച്ചോറിൽ എത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഒരേപോലെ ഏത് കാലാവസ്ഥയിലും ഒരേ തരത്തിൽ നിലനിർത്തണം. അത് നിലനിർത്താൻ വേണ്ടി പിന്നെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ താപനില നിലനിർത്താൻ വേണ്ടി പ്രധാനമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അതിനിടയ്ക്ക് രക്തഓട്ടം നിയന്ത്രിച്ചിട്ടാണ്. ഇപ്പോൾ താപനില കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള അവയവങ്ങളിൽ നിന്ന് രക്തത്തിനെ പുറത്തെ തൊലിയിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിട്ടിട്ട് അവിടെ കൂടുതൽ രക്തം ഓടുമ്പോൾ കൂടുതൽ രക്തപ്രവാഹം ഉണ്ടായി കൂടുതൽ വിയർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വിയർപ്പ് ബാഷ്പീകരിക്കാൻ വേണ്ടി ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ട് താപം ആഗിരണം ചെയ്യും. അതോടുകൂടി നമ്മുടെ ശരീരം തണുക്കും. അങ്ങനെയാണ് നമ്മുടെ ചൂടുകാലത്ത് നമ്മുടെ ശരീരം നമ്മൾ വിയർക്കുകയും നമ്മൾ തണുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് താപനില നിയന്ത്രിക്കുന്നത്. താപനില നിയന്ത്രിക്കാനായിട്ട് ശരീരം ഇങ്ങനെ വിയർക്കുമ്പോൾ ഈ വിയർപ്പിൻ്റെ കൂടെ ധാരാളം ജലം നഷ്ടപ്പെടും. ഈ ജലത്തിൻ്റെ കൂടെ ശരീരത്തിൽ ലവണങ്ങളായ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതിനണക്കായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വെള്ളത്തിനെ തിരിച്ചിട്ട് ജലത്തിൻ്റെ നിർജലനീകരണം സംഭവിക്കൊണ്ട് ജലം നന്നായിട്ട് കുടിക്കണം. സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ നമുക്ക് ലഭ്യമാക്കണം. ഇതാണ് പ്രധാനമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചില പ്രത്യേക വിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ട് രോഗമുള്ളവരെ, 65 വയസ്സിന് മുകളിലുള്ളവരെ, ഗർഭിണികളെ, കുട്ടികളെ, മറ്റ് ഹൃദയ രോഗികൾ, ശ്വാസകോശ രോഗികൾ, വൃക്ക രോഗികൾ, ഇവരൊക്കെ ഇങ്ങനെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുമ്പോൾ അതിനൊക്കെ കുഴപ്പങ്ങളുണ്ടാകാം. അതുകൊണ്ട് വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ഇത്തരം രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉഷ്ണകാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഗ്രൂപ്പിലുള്ളവർ, ഒന്ന് പ്രധാനമായിട്ട് ചൂട് കൂടുമ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഔഷധങ്ങളും പല ഗുളികകളും ഇഞ്ചക്ഷനുകളും അത് ചൂട് കൂടുമ്പോൾ അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടാം, അതിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടാം. അതുകൊണ്ട് ഈ ചൂട് കൂടിയ അവസ്ഥയിൽ മിക്കവാറും മരുന്നുകൾ തണുപ്പുള്ളതും ഈർപ്പുകൊള്ളാത്തമായ ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ ഗുളികകൾ വീട്ടിൽ സ്ഥിരം കഴിക്കുന്നവർ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉപ്പ് നിയന്ത്രിക്കേണ്ട വൃക്ക രോഗികൾ, ഹൃദയ രോഗികളൊക്കെ ഡോക്ടറായിട്ട് അത് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഗർഭിണികളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഈ ചൂടുകാലത്ത് ശ്രദ്ധിക്കാനുള്ളത്, പുറത്ത് പണിക്ക് പോകുന്നവർ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് 11 മണിക്കും 3 മണിക്കും ഇടയിലാണ്. ആ സമയത്ത് പണി ഒഴിവാക്കിയിട്ട് വളരെ നേരത്തെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പുറം പണിക്ക് പോകുന്നവർ, വെയിൽ പണിക്ക് പോകുന്നവർ പൊതുവെ ദാഹമില്ലെങ്കിലും 1 മണിക്കൂറിൽ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കും വെറും വെള്ളം കുടിച്ചാലും മതി. അത് വെള്ളം നന്നായിട്ട് കുടിക്കുക, ഉപ്പ് കൂടുതൽ ഇടണമെന്ന് നിർബന്ധമില്ല. അതുകൂടാതെ ഈ ചൂടിൻ്റെ സമയത്ത് നമ്മൾ സാധാരണ കഴിക്കുന്ന ചായ, കാപ്പി ഇതിൻ്റെയൊക്കെ അളവ് കുറക്കുന്നത് നല്ലതാണ്. ആൽക്കഹോൾ കഴിക്കുന്നത് അത് നന്നായിട്ട് കുറയ്ക്കേണ്ടതുണ്ട്. പിന്നെ ഇടയ്ക്കിടെ നമ്മൾ തണൽ വിശ്രമിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് വെള്ളം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ രക്തം കൂടുതൽ കട്ട കെട്ടി തലച്ചോറിൽ ക്ലോട്ട് ചെയ്യാം, ഹൃദയ അറ്റാക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മുറിക്കകത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ മുറിക്കകത്ത് നമ്മൾ ടെമ്പറേച്ചർ അധികം കൂടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഏറ്റവും രാവിലെയും വൈകുന്നേരമായിരിക്കും വെയിൽ നമ്മുടെ റൂമിലേക്ക് അടിക്കുന്നത്, വെയിലിൻ്റെ രശ്മികൾ. അപ്പോൾ അത് അടിക്കാതിരിക്കാൻ രാവിലെയും വൈകുന്നേര സമയങ്ങളിൽ ഒന്നുകിൽ മുറിയിൽ കർട്ടനുകളോ ബ്ലൈൻഡുകളുണ്ടെങ്കിൽ താഴ്ത്തി വെച്ച് സൂര്യപ്രകാശം തട്ടാതിരിക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ ജനലുകളും വാതിലും തുറന്നിട്ട് നല്ലോണം വായുവിൻ്റെ പ്രകാശം, കാറ്റ് കിടക്കാൻ വേണ്ടി അനുവദിക്കുക. പിന്നെയുള്ളത്, നമ്മൾ മുറിയിൽ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചാൽ അതിനകത്ത് ഈർപ്പം ബാഷ്പീകരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വലിയ പാത്രങ്ങൾ, നമുക്ക് തുറന്ന വായുവട്ടമുള്ള പാത്രങ്ങൾ, ബൗളുകളിൽ നമുക്ക് വെള്ളം വെച്ചാൽ മുറിയിൽ കൂടുതൽ തണുപ്പുണ്ടാവും. അതുപോലെ ഫാനുകൾ ഉപയോഗിച്ച് നമ്മൾ താഴെ ഇരിക്കുമ്പോൾ
37 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചറിൽ ഫാനുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് ആ മുറിയിൽ ഭയങ്കരമായിട്ടുള്ള ചൂടുണ്ടാവും. അപ്പോൾ ഫാനുകൾ തൊട്ട് താഴെ ഇരിക്കാതെ കുറച്ച് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുറിയിൽ കഴിയുമ്പോൾ തന്നെ ഇൻഡോർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ദാഹമില്ലെങ്കിലും നമ്മൾ 1 മണിക്കൂറിൽ 1-2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇടവിട്ടൊഴിച്ച് കുടിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ.